സകല ഇപ്പം നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ദ ഡാർക്ക് നൈറ്റ്, ബാറ്റ്മാൻ ദ ഡാർക്ക് നൈറ്റിലെ ജോക്കറിൻ്റെ ഹോസ്പിറ്റൽ സീനാണ്. സോ കുറച്ച് നാളായിട്ട് ഡാർക്ക് നൈറ്റിൻ്റെ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുന്നു. ഡാർക്ക് നൈറ്റിൽ ഏതെങ്കിലും ഒരു സീൻ ഇങ്ങനെ ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. ഒരുപാട് സീൻസ് ഇതിനകത്ത് റിയാക്ട് ചെയ്യാൻ തന്നെ തോന്നുന്നുണ്ട്. ഈ സിനിമ ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്, ഒത്തിരി നാൾക്ക് മുമ്പ് കണ്ടാണ്. പിന്നീട് അതിൻ്റെ സീനോ കാര്യങ്ങളോ ഒന്നും നമ്മളിപ്പോൾ കണ്ടിട്ടില്ല, ഒത്തിരി നാൾക്ക് മുമ്പ് കണ്ടാണ്. സോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് വാച്ച്. അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് നാൾക്ക് മുമ്പ് കണ്ടുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് ഓർമ്മയില്ല. സോ ലെറ്റ്സ് വാച്ച്. ആ സീൻ ഒന്ന് കണ്ടു നോക്കാം. ആക്ടിങ് സ്കില്ല് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. സോ ലെറ്റ്സ് വാച്ച്. You know, I don't want there to be any hard feelings between us, Harvey. When you and Rachel were being abducted, I was sitting in Gordon's cage. Now, I didn't rig those charges. You rigged your plan. Do I really look like a guy with a plan? You know what I am? I'm a dog chasing cars. I wouldn't know what to do with one if I caught it. You know, I just do things. The mob has plans. The cops have plans. Gordon's got plans. You know, they're schemers. Schemers trying to control their little worlds. I'm not a schemer. I try to show the schemers how pathetic their attempts to control things really are. So, when I say that you and your girlfriend was nothing personal, you know that I'm telling the truth. I'm gonna need you to what? When? Why? Because my wife's in the hospital. Yeah, why? It's the schemers that put you where you are. You were a schemer. You had plans. And look where that got you. Police reports are taking every possible precaution and urging everyone not to take matters into their own hands. I just did. I do best. I took your little plan and I turned it on itself. Look what I did to this city with a few drums of gas and a couple of bullets. You know what I noticed? Nobody panics when things go according to plan. Even if the plan is horrifying. If tomorrow I tell the press that like a gang member will get shot, or a truckload of soldiers will be blown up, nobody panics. Because it's all part of the plan. But when I say that a little old Mary will die, well, then everyone loses their minds. പിന്നെ ആക്ടിങ് ആണല്ലോ, ഫേസ് എക്സ്പ്രഷൻസ് കാര്യങ്ങളും Introduce a little anarchy. Upset the established order. അയാൾക്ക് മേക്കപ്പ് എടുത്ത് Everything becomes chaos. I'm an agent of chaos. ഹീത്ത് ലെഡ്ജർ ഈ ക്യാരക്ടർ ചെയ്തതുപോലെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ഇതായിട്ടാണ് നമ്മൾ ചെയ്തത്. It's fair. You live. You die. Now we're talking. കൂളായിട്ട് ഇറങ്ങി പോകുന്നത് കേട്ടോ, മൈൻഡ് ഇല്ലാത്ത രീതിയിലാണ്.
സീൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് രക്ഷയില്ലാത്ത രീതിയിൽ. അപ്പോൾ അതായിരുന്നു ഡാർക്ക് നൈറ്റിലെ ആ സീൻ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനുകളൊരെണ്ണമാണ് ആ ഫിലിമിലെ. ഈ സിനിമ ഒരിക്കൽ കണ്ടവരാരും ഈ സിനിമ ഒരിക്കലും മറക്കത്തില്ല. അതേപോലെയാണ് ക്രിസ്റ്റഫർ നോളൻ ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. അത്രയും പിടിച്ചിട്ടാണ് ഈവൻ ക്രിസ്ത്യൻ ബെയിലിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാം ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹീറോ ബാറ്റ്മാൻ ആണെങ്കിൽ നമ്മുടെ കൂടെ ചിന്ത പോകുന്നത് ജോക്കറിലേക്കാണ്. കാരണം ആക്ടിങ് സ്കില്ല് കൂടുതലും ഇമ്പോർട്ടൻ്റ്, ഈ റോൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും കൂടുതലും ഹീത്ത് ലെഡ്ജർ ചെയ്ത ജോക്കർ എന്ന് പറയുന്ന കഥാപാത്രത്തിനാണ്. സോ ഈ സിനിമ കണ്ടവരാരും ഇത് മറക്കത്തില്ല. കാരണം ബെസ്റ്റ് സപ്പോർട്ടിങ് റോൾ എന്ന് പറഞ്ഞ ഉള്ള ഒരു അവാർഡ് വരെ അദ്ദേഹത്തിനാണ് കിട്ടിയതാണ്, ഓസ്കാർ. സോ ദ ബെസ്റ്റ് ആക്ടിങ് അതിനകത്ത് ഹീത്ത് ലെഡ്ജർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരൊറ്റ സിനിമ കൊണ്ട് ലോകമെമ്പാടും ഫാൻസിനെ ഒപ്പിച്ച ഒരു ക്യാരക്ടറാണ് ജോക്കർ. സോ ഈ സിനിമ പ്രത്യേകം എൻ്റെ റെക്കമെൻഡേഷനുകളൊന്നാണ്. സോ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിരിക്കേണ്ട സിനിമയുടെ ലിസ്റ്റിലുള്ളതാണ് ദ ഡാർക്ക് നൈറ്റ്. സോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.